ഇന്നലെ വലിയ ഗംഭീര ഷോപ്പിംഗ് നടത്തിയതിന്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങൾ കുപ്പിയിലാക്കാനുണ്ട്. എന്നാൽ പിന്നെ ഒരു കാപ്പി കുടിച്ചിട്ട് തുടങ്ങാൻ അങ്ങോട്ട് വിചാരിച്ചു. അരമണിക്കൂർ ന്യൂസും കാപ്പിയും ഉണ്ടെങ്കിൽ രാവിലെ വളരെ ഗംഭീരമായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. മുഖത്തെ നീര് ഉറക്കം കൂടിപ്പോയിട്ടല്ല കുറഞ്ഞു പോയിട്ടാണ്. ഇന്നലെ രാത്രി കാളരാത്രിയായിരുന്നു. വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ കുപ്പിപ്പാട്ട സാധനങ്ങളെല്ലാം മെല്ലെ തുടച്ച് ക്ലീൻ ചെയ്ത് ഇത് ഓരോന്നായിട്ട് അതിനകത്തോട്ട് ഇടാം. അതായത് ബദാം, ഉണക്കമുന്തിരി, പിസ്ത അങ്ങനെ തുടങ്ങിയ കുറച്ച് സാധനങ്ങളാണ് നമുക്ക് ഉള്ളത്. ഈ പാത്രങ്ങളൊക്കെ 99 രൂപയ്ക്ക് 3 കിട്ടുന്ന രീതിയിൽ റിലയൻസിന്റെ സ്മാർട്ട് ബസാറിന് വാങ്ങിയതാണ്. കുപ്പി പാത്രങ്ങളോട് എനിക്ക് പണ്ടേ അത്ര വലിയ താല്പര്യമില്ല, പൊട്ടിപ്പോകും എന്നുള്ളതുകൊണ്ട്. പിന്നെ ഈ കശുവണ്ടി തോലോട് കൂടി ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പണ്ട് മുതലേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് വാങ്ങിക്കാറ്. മാത്രമല്ല എല്ലാ വർഷം കൂടുമ്പോഴും ഈ പാത്രങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ മാറ്റിയാൽ നമുക്കൊരു മാനസിക സന്തോഷം കിട്ടും. അതുകൊണ്ട് 99 രൂപയ്ക്ക് 3 കിട്ടുന്നത് വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും ലാഭകരം. നോക്കുമ്പോൾ എൻ്റെ പംകിൻ സീഡ് ഇടാനുള്ള പാത്രമില്ല. പിന്നെ മറ്റൊരു സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അതിനും ഒരു പാത്രം ഉണ്ടാക്കി അതും പൊട്ടിച്ച് അതിനകത്തിട്ടു. ഇത് കുറച്ച് വാങ്ങിച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറച്ചാളെ കഴിക്കാനുള്ളൂ. രണ്ടായിട്ട് സുഖമായിട്ട് ഈ സാധനങ്ങൾ ഓടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ കായ വറുത്തതും മിച്ചറൊക്കെ തിന്നണേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മളും ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് ഇൻസ്പയർ ആയിട്ട് വാങ്ങിച്ചു കൂട്ടുന്നതും തിന്നു കൂട്ടുന്നതുമായ സാധനങ്ങളാണ്. എല്ലാവർക്കും ഇതൊക്കെ ഉപകാരപ്പെടട്ടെ, അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെയൊക്കെ ആയി മാറട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ ബൈ.